പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണെന്ന് NK പ്രേമചന്ദ്രൻ MP. പരസ്യമായി നടത്തിയ സൗഹൃദ വിരുന്ന് മാരക കുറ്റമായി ചിത്രീകരിക്കാനാണ് CPMന്റെ ശ്രമമെന്ന് പ്രേമചന്ദ്രൻ പ്രതികരിച്ചു. പ്രേമചന്ദ്രനെ സംഖ്യയാക്കാൻ ശ്രമിച്ചാൽ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന് K മുരളീധരൻ MP പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സ്നേഹവിരുന്നിൽ പങ്കെടുത്തത് പാർലമെന്ററി രംഗത്ത് മികവ് പുലർത്തിയവരായിരുന്നു. അവിടെ പ്രധാനമന്ത്രി രാഷ്ട്രീയം പറഞ്ഞില്ല. രാഷ്ട്രീയം പറഞ്ഞിരുന്നുവെങ്കിൽ വിയോജിപ്പ് അറിയിക്കാമായിരുന്നു. തന്നെ സംഖ്യയാക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. പിണറായിയുടെ ഇഫ്താർ വിരുന്നിൽ RSSകാരും BJPക്കാരും പങ്കെടുത്തിട്ടുണ്ടല്ലോ എന്നും പ്രേമചന്ദ്രൻ തുറന്നടിച്ചു. സൗഹൃദ സംഭാഷണം നടത്തിയതിനെ രാഷ്ട്രീയ നിലപാടായിട്ടാണ് വിശദീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ കേരളത്തിൽ നടത്തിയിട്ടുള്ള ഇഫ്താർ വിരുന്നുകൾ ഉൾപ്പെടെയുള്ള വിരുന്നുകളിലൊക്കെ ക്ഷണിച്ചിട്ടുള്ളവരാരൊക്കെയാ? BJPയുടെയും RSSന്റെയും പ്രതിനിധികൾ പിണറായി വിജയനോടൊപ്പം ഈ പറയുന്ന സൗഹൃദ വിരുന്നുകളിൽ പങ്കെടുത്തിട്ടില്ലേ? പാർലമെന്ററി പ്രവർത്തന രംഗത്ത് അവാർഡുകൾ ലഭിച്ചിട്ടുള്ള പേരാണ് മിക്കവാറും അതിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരെല്ലാം. NK പ്രേമചന്ദ്രനെ പിന്തുണച്ച് K മുരളീധരൻ MPയും രംഗത്തെത്തി. പ്രേമചന്ദ്രനെ സംഖ്യയാക്കാൻ ശ്രമിച്ചാൽ ഒറ്റക്കെട്ടായി ചെറുക്കും. നാളെ പ്രധാനമന്ത്രി തന്നെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചാൽ പോകുമെന്നും K മുരളീധരൻ MP പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തെ പാർലമെന്റിലെ പെർഫോമൻസ് പരിശോധിച്ചാൽ ഏറ്റവും ശക്തമായിട്ട് BJP എതിർത്ത് സഭയ്ക്കകത്ത് പ്രസംഗിച്ച ആളാണ് NK പ്രേമചന്ദ്രൻ. അങ്ങനെയുള്ള പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി എന്നുള്ളതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ UDF ഒറ്റക്കെട്ടായിട്ട് എതിർക്കും. രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുണ്ട്. ആ കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. കോഴിക്കോട് ബ്യൂറോയ്ക്കൊപ്പം റിപ്പോർട്ടർ കൊല്ലം.